ഈ എന്തിനും ഏതിനും ഒരു പ്രായമുണ്ടല്ലേ. കാരണം അത് അതിൻ്റെ ഒരു രീതിയാണ്. ഒരു വിരമിക്കലുണ്ട് എവിടെയും. നരേന്ദ്രമോദി ഒരു വിരമിക്കൽ പ്രായത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതലായിട്ട് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ശേഷം ആരെന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നു. പാർട്ടി ആ, പിന്നെ വലിയ അവതാളത്തിലാകുമോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ബി ജെ പിക്കും അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടോ? ബി ജെ പിക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബി ജെ പി അനുഭാവികൾക്കും അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബി ജെ പിയുടെ മന്ത്രിസഭയിലുള്ളവർക്കോ പാർട്ടിയിലെ ഉന്നതർക്കോ നരേന്ദ്രമോദി വിരമിക്കണമെന്നോ വിരമിക്കാനായെന്നോ ഒരു തോന്നലുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഈവൻ മോഹൻ ഭഗവത് പറഞ്ഞതുപോലും മോദിയെ കുറിച്ചാണോ എന്നും എനിക്ക് സംശയമുണ്ട്. കാരണം മോഹൻ ഭഗവതിന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ബി ജെ പിയിൽ ഒരാളെ മാറ്റണമെന്നുണ്ടെങ്കിൽ ആർ എസ് എസിന് യുക്തമായ സമയത്ത് യുക്തമായ തീരുമാനം എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുവഴി അവർ ചെയ്തോളൂ. അതിങ്ങനെ പരസ്യമായിട്ട് ഒരു വേദിയിൽ വന്ന് പറയേണ്ട കാര്യമില്ല. അത് സാന്ദർഭികമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് അത് മോദിയെ മാത്രം ടാർഗറ്റ് ചെയ്താണ് എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. എന്തുകൊണ്ടത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കുമാണെന്ന് തോന്നിക്കൂടാ? മോഹൻ ഭഗവത് പറഞ്ഞത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയക്കാരെയും ഉദ്ദേശിച്ചാണ് എന്ന് നമുക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ വിൽക്കുന്ന ഒരു ചരക്ക് നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ്. നരേന്ദ്രമോദിയെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ എതിർത്തോ വെറുത്തോ എന്ത് പറഞ്ഞാലും അത് ഇന്ത്യൻ മീഡിയയിൽ മാത്രമല്ല, ചിലപ്പം ലോക മീഡിയയിൽ വരെ എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ വിരമിക്കലും ഏതാണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഏതാണ്ട് പാകിസ്ഥാനിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, വിദേശ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ നരേന്ദ്രമോദി ഈ വിരമിക്കൽ 75 വയസ്സാക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് നരേന്ദ്രമോദിയിലേക്ക് അഭിഷേകം ചാർത്താനാണ് എല്ലാവരും ശ്രമിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ പണ്ട് പറയില്ലേ മാവുള്ള കൊമ്പിലെ കല്ലെറിയുമെന്ന് പറയില്ലേ, അതെ. നരേന്ദ്രമോദി പൊട്ടൻഷ്യലാണ് എന്നുള്ളതാണ്. നരേന്ദ്രമോദിക്ക് 75 വയസ്സ് ആയില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. 75 വയസ്സായെങ്കിൽ ആരും ഇതിനെ എതിർക്കില്ല. നമ്മൾ വയസ്സ് നിശ്ചയിക്കുന്നത് ഈ ശരീരത്തിൻ്റെ കാലപ്പഴക്കം മാത്രമല്ല. ശരീരത്തിൻ്റെ കാലപ്പഴക്കം എന്ന് പറയുന്നതല്ല, വർഷങ്ങളുടെ എണ്ണം പറയുന്നത് ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. ശരീരത്തിൻ്റെ കാലപ്പഴക്കം നോക്കിയാൽ അദ്ദേഹം ചെറുപ്പമാണ്. അദ്ദേഹം ഡൈ ചെയ്താൽ ഇവിടുത്തെ പലരേക്കാളും സുന്ദരനും ചെറുപ്പക്കാരനുമായിട്ടിരിക്കും. അദ്ദേഹം ഡൈ ചെയ്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂട്ട് മെയ്വഴക്കമുള്ള ഒരു രാഷ്ട്രീയക്കാരനെ ഇന്ന് നമുക്ക് 50 വയസ്സിൽ കാണിക്കാൻ ഒക്കില്ല. 50 വയസ്സായ പാർലമെന്റിലെ രാഷ്ട്രീയക്കാരെ എല്ലാം കൂടെ നിർത്തിയിട്ട് നരേന്ദ്രമോദി കാണിക്കുന്ന മെയ്വഴക്കമുള്ള 10 വ്യായാമക്രിയകൾ ചെയ്യാൻ പറഞ്ഞാൽ അയ്യോ അയ്യോ എന്ന് വിളിക്കും, അല്ലേ? അതെ. നരേന്ദ്രമോദിക്ക് അത് കഴിയുള്ളൂ. അപ്പോൾ നരേന്ദ്രമോദിക്ക് ശാരീരികമായിട്ട് പ്രായമായിട്ടില്ല. പിന്നെ മാനസികമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊട്ടുമില്ല. കാരണം അദ്ദേഹം ഇപ്പോഴും ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്നത് മാത്രമല്ല, ലോകത്തിൻ്റെ ഭരണക്രമം നിശ്ചയിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ആളാണ്. ഇന്ന് വരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റിന് ഒരു വെല്ലുവിളി വരുന്ന വിധത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ബ്രിക്സ് സമ്മിറ്റ് തന്നെ ഉദാഹരണമായിട്ട് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ബ്രിക്സ് സമ്മിറ്റ് പോയി കഴിഞ്ഞപ്പോൾ ട്രംപിന്റെ ബ്രസീലിൽ വെച്ച് ട്രംപിന്റെ മാനസികാവസ്ഥ തന്നെ തെറ്റിപ്പോകുന്ന വിധത്തിലായി. കാരണം ഇയാൾ വീണ്ടും നമ്മുടെ ഡോളറിനെ ചവിട്ടി താക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത് എന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. പിന്നെ നാറ്റോയ്ക്ക് എതിരായിട്ട് വേറൊരു ലോകക്രമം ഇയാൾ ഉണ്ടാക്കുകയാണോ എന്ന് ചിന്തിക്കാനായിട്ട് യൂറോപ്പിലെ രാഷ്ട്രങ്ങളെ മാത്രമല്ല അമേരിക്കയും തുടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലോകക്രമം നിശ്ചയിക്കുന്നതിൽ, ലോകത്തിലെ രാഷ്ട്രീയം നിശ്ചയിക്കുന്നതിൽ പ്രധാനമന്ത്രിമായ ഒരു പങ്ക് വഹിക്കുന്ന ആള്, ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പിന്നെ പറയണ്ടല്ലോ. ഇന്ത്യയിൽ ഇപ്പോൾ ഏത് കോണിൽ പോയും ഇന്ത്യൻ രാഷ്ട്രീയം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ 10 പേര് വിശ്വസിക്കുന്ന ഒരാൾ നരേന്ദ്രമോദിയേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഞാൻ പലരോടും ചോദിച്ചിട്ടുള്ളതിൽ അവരെല്ലാം പറയുന്നത്, എനിക്ക് ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്, അദ്ദേഹം എന്നെ ചതിക്കില്ല, എൻ്റെ രാഷ്ട്രത്തെ ചതിക്കില്ല. ഇത് കേരളത്തിലുള്ളവരോട് മാത്രമല്ല ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന മുഴുവൻ പേരോടും ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നരേന്ദ്രമോദി? അവരെല്ലാം പറയുന്നതാണ്, അദ്ദേഹം എന്നെയും ചതിക്കില്ല, എൻ്റെ രാഷ്ട്രത്തെയും ചതിക്കില്ല, അത് മാത്രം മതി എനിക്ക്. പിന്നെ ആ ഖജനാവിൽ നിന്നൊന്നും കട്ടൊന്നും പോകില്ല. അതിനപ്പുറം പിന്നെ എന്ത് വേണം? അപ്പം അദ്ദേഹത്തിന്
ഈ ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം തന്നെ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും ശരിയായി നിൽക്കുന്ന ഒരാളിന് ഒരിക്കലും പ്രായമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ആർക്കാണ്? കർമ്മമണ്ഡലത്തിൽ ഷൈൻ ചെയ്യാൻ കഴിയാത്തവർക്കാണ് റിട്ടയർമെന്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലരൊക്കെ റിട്ടയർ എന്ന് പറഞ്ഞാൽ ആരും അതിനെ മൈൻഡ് ചെയ്യുപോലില്ല. ഇപ്പൊ മല്ലികാർജുന ഖാർഗെ നാളെ റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഡിസ്കസ് ചെയ്യുമോ? ഇത് ഇന്ത്യയിലെ മുഴുവൻ ചാനലുകളും ഡിസ്കസ് ചെയ്യുക, യൂട്യൂബുകളെല്ലാം ഡിസ്കസ് ചെയ്യുക, ദേശീയ ചാനലുകൾ അന്തർദേശീയ ചാനലുകളും ഡിസ്കസ് ചെയ്യുക. ദിവസങ്ങൾ എത്രയായി? ഇപ്പം തന്നെ ഇതിന് എത്രയോ ദിവസമായി, ഇതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ്. എന്നിട്ടും ഇത് കാണാൻ ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ മുമ്പ് അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു ഇത് എടുത്തിട്ട് കൊടുത്തത്. അത് നമ്മൾ നോക്കിയാൽ അറിയാം. രണ്ട് വിഭാഗങ്ങളെ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് വേണ്ടി ബാധിക്കുന്നുള്ളൂ. ഒന്ന് അദ്ദേഹത്തിനെ രാഷ്ട്രീയമായി എതിർക്കുന്നവർ, രണ്ട് അദ്ദേഹത്തിന്റെ ശൈലിയെ എതിർക്കുന്നവർ. അതായത് അദ്ദേഹം ഭാരതീയ തത്വസംഹിതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുന്നോട്ട് പോക്കിനാണ് അദ്ദേഹം നീങ്ങുന്നത്. അത് എതിർക്കുന്ന കുറേ പേരുണ്ട്. ആ രണ്ട് വിഭാഗങ്ങളെ അദ്ദേഹത്തിനെ എതിർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ എതിർക്കുന്ന ആരാണ്? ഇന്ത്യയെ എതിർക്കുന്നവർ, ഇന്ത്യയുടെ ശത്രുക്കളാണ് അദ്ദേഹത്തിനെ എതിർക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ തന്നെ രാജിവെക്കണം എന്ന്, അല്ലെങ്കിൽ ഇപ്പം തന്നെ 75 എന്നുള്ള ഒരു ബാന്ധവം വച്ചിട്ട് നിർത്തണം എന്ന് പറയുന്നത് അവർ മാത്രമാണ്. ഇന്ത്യക്കകത്തും അങ്ങനെയാണ്. ഇന്ത്യയുടെ ശത്രുക്കളും BJPയുടെ ശത്രുക്കളും ഒക്കെയാണ് അദ്ദേഹം രാജിവെക്കണം എന്ന് പറയുന്നത്. വേറെ ആരും അദ്ദേഹം രാജിവെക്കണം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. RSSൽ പോലും അങ്ങനെ ഒരു സംസാരമുള്ളതായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ RSSനെ കുറിച്ച് പറയുമ്പോൾ RSSന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. RSSനെ സംബന്ധിച്ചോളം ഇന്നത്തെ പ്രധാനമന്ത്രി ആരാണ്, നാളത്തെ പ്രധാനമന്ത്രി ആരാണ്, മറ്റന്നാളത്തെ പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളത് അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അടുത്ത ഒരു 3 പ്രധാനമന്ത്രിമാർ ആരൊക്കെ ആയിരിക്കണം എന്നുള്ളത് അവരുടെ ലിസ്റ്റിലുണ്ട്. ആ ലിസ്റ്റിൽ നരേന്ദ്രമോദി ഇല്ലെങ്കിൽ ഇല്ല, അത് മാറും. ഉണ്ടെങ്കിൽ അവിടെ കാണും. ഞാൻ ഏറ്റവും രസകരമായിട്ടൊരു മൻഹാസ് മർച്ചൻ്റ് എന്ന ഒരാൾ, ഒരു ജേർണലിസ്റ്റാണ്, അത് ഓതറാണ്, നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നരേന്ദ്രമോദി റിട്ടയർ ചെയ്യും. അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോണത് 2029 ഒരു തവണ കൂടെ BJPയെ നയിച്ച് ആ കസേരയിൽ കയറി ഇരുന്നതിന് ശേഷം വേറെ ആർക്കെങ്കിലും ഇത് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോകും. അന്ന് അദ്ദേഹത്തിന് 80 വയസ്സാകും. 80 വയസ്സിൽ അദ്ദേഹം പോകും. 18ാമത്തെ വയസ്സിൽ ഹിമാലയത്തിൽ പോയ അദ്ദേഹം 80ാമത്തെ വയസ്സിൽ വീണ്ടും ഒരിക്കൽ കൂടെ ഹിമാലയത്തിൽ പോകും. പിന്നെ ഹിമാലയത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്നാണ്. വളരെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വളരെ സാത്വികമായൊരു ജീവിതം നയിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു വിശ്വാസ്യത ആർജിക്കാൻ കഴിഞ്ഞത്. മുഴുവൻ എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിനെ മതപരമായോ അല്ലെങ്കിൽ അന്ധമായ രാഷ്ട്രീയം കൊണ്ടോ എതിർക്കുന്നവരൊഴിച്ച്. ഇപ്പോൾ ശശി തരൂർ പറയുന്ന പോലെ നേഷൻ ഫസ്റ്റ് എന്ന് വിചാരിക്കുന്നവരാരും എതിർക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി ഫസ്റ്റ് എന്ന് വിചാരിക്കുന്ന ചിലർ എതിർക്കും. കാരണം എൻ്റെ പാർട്ടി മതി, ഇയാളുടെ പാർട്ടി വേണ്ട. എൻ്റെ രാജ്യം തകർന്നാലും കുഴപ്പമില്ല, ഇയാൾ മാറിയിട്ട് എൻ്റെ പാർട്ടിയുടെ നേതാവ് അധികാരത്തിൽ വന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും നരേന്ദ്രമോദി രാജിവെക്കണം എന്നുള്ളത് തന്നെയായിരിക്കും. 75 അല്ല 72 തന്നെ ഇപ്പം അത് ആകുന്നതിന് 6 മാസം മുമ്പേ കൂടെ രാജിവെച്ചാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം തന്നെ രാജിവെച്ചാൽ കൊള്ളാമെന്നുള്ളവരുണ്ട് അല്ലേ. അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. BJPയെ എതിർക്കുന്നവർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എതിർക്കുന്നവർ, ഇന്ത്യയെ എതിർക്കുന്നവർ ഇന്ത്യക്കകത്ത് നിന്നും, അതുപോലെ തന്നെ ഇന്ത്യയെ എതിർക്കുന്നവർ ഇന്ത്യക്ക് പുറത്തു നിന്നും അദ്ദേഹത്തിന് പ്രതികൂലമായി. പക്ഷേ മോദിയുടെ വ്യക്തിപ്രാഭവം കൊണ്ട് BJPക്ക് വലിയ മൈലേജ് കിട്ടിയിട്ടുണ്ട്. ആ മൈലേജ് വേറെ ആർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ പ്രധാനം. ഞാൻ പോട്ടെ, ഈ BJPയുടെ BJPക്ക് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഗുജറാത്തിൽ അദ്ദേഹത്തിന് ശേഷം എത്ര മുഖ്യമന്ത്രിമാർ വന്നു? ആരും അറിയുന്നില്ലല്ലേ? ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അതേസമയം നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം പ്രധാനമന്ത്രിയേക്കാൾ പേരെടുത്തുകൊണ്ട് നടന്നിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സംസാര വിഷയമായിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ പ്രവർത്തികളാണ്. കേരളത്തിൽ നിന്ന് പഠിക്കാൻ അങ്ങോട്ട് ആൾ പോയില്ലേ? നരേന്ദ്രമോദി ചെയ്യുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ വികസനം എന്താണ് എന്ന് പഠിക്കാൻ പോയില്ലേ? അദ്ദേഹത്തിന്റെ കാൽവെപ്പുകൾ അങ്ങനെയാണ്. കച്ചിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ നമുക്കറിയാം. അതാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം കിട്ടാൻ തന്നെ കാര്യം. യേശുഭായ് പട്ടേലിനെ മാറ്റി ഇദ്ദേഹത്തിന് വെക്കാൻ തന്നെ കാരണം എന്താണ്? അവിടെ ഭൂകമ്പമൊക്കെ ഉണ്ടായി, പ്രശ്നങ്ങളായി, ജനങ്ങൾക്ക് വേണ്ട സംരക്ഷണവും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മിഷൻ ഇതായിരുന്നു, 10,000-2000 വീടുകൾ ഉടൻ ഉണ്ടാക്കണം. ഈ തകർന്ന വീടുകളിൽ
അതിന് പകരം വീടുകൾ ഉണ്ടാക്കണം. 5000 മറ്റായിരുന്നു എനിക്ക് തോന്നുന്നു, ഞാൻ എക്സാക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നത്. ആ വീടുകൾ ഉണ്ടാക്കാൻ എന്ത് വേണം? അദ്ദേഹം ഒരു ആഗോള ടെൻഡർ പോലെ ലോകത്തുനിന്ന് ആർക്കും വരാം, ഇവിടെ വന്ന് വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർ, അതിന് എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ആനന്ദബോസ് വന്നത്. ആനന്ദബോസിനെ പലരും ചോദിക്കും, എങ്ങനെയാണ് പിടിച്ച് ഈ ബംഗാളിൻ്റെ ഗവർണറാക്കിയത്, ഇയാൾക്ക് BJP-യിൽ എന്ത് പ്രൊസ്പെക്ട് അല്ലെങ്കിൽ എന്ത് പാരമ്പര്യം എന്നൊക്കെ ചോദിക്കും. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം കർമ്മോത്സകനാണ് എന്നുള്ളതാണ്. നരേന്ദ്രമോദി ആരുടെയെങ്കിലും മുമ്പിൽ വീഴുന്നെങ്കിൽ അത് 2 കാര്യങ്ങളിൽ, ഒന്ന് അവരുടെ അപാരമായ ലോകവീക്ഷണവും പാണ്ഡിത്യവും, രണ്ടാമത്തേത് അവരുടെ കർമ്മകുശലത. അത് ശശി തരൂരായാലും ശരി, അല്ലെങ്കിൽ പിന്നെ ബംഗാൾ ഗവർണർ ആയാലും ശരി, CV ആനന്ദബോസ് ആയാലും ശരി, ഇനി ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന സദാനന്ദം മാസ്റ്റർ ആയാലും, 2 കാലം നഷ്ടപ്പെട്ട സദാനന്ദം മാസ്റ്റർ ആയാലും, മോദി നോക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, കർമ്മോത്സകനാണോ, പ്രവർത്തനക്ഷമമാണോ, അയാളെ ഞാൻ ഉയർത്തി കൊണ്ടുവരും എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും അദ്ദേഹത്തിൻ്റെ വിജയവും അതാണ്. ഇന്ത്യയിലെ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി ഏതാണ്ട് ഇതുപോലെയൊക്കെ ഭരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ മുഴുവൻ മിഷണറിയും ഇങ്ങനെ കൊണ്ടുപോകാൻ ഇന്ദിരാഗാന്ധി കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ കേന്ദ്ര സെക്രട്ടറിമാരിൽ പലരോടും ചോദിച്ചു, അവർ പറയുന്നത് നമുക്കൊന്നും അറിയണ്ട, രാവിലെ നോട്ട്സ് വരും, ഇന്നൊക്കെ ചെയ്യണം, അത്രയും വൈകുന്നേരം ഞാൻ ജോലി ചെയ്തങ്ങ് ഇട്ടുകൊടുത്തേച്ചാൽ മതി, ഇത് തനിയെ അങ്ങ് പൊക്കോളും. CMOയുടെ ഓഫീസ് അവിടെ 100-150 പേര് ഇരിപ്പുണ്ട്, ഓരോ വകുപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ. അവിടെ അത് അപ്പം തന്നെ യു ഹാവ് ഡൺ കറക്റ്റ് അല്ലെങ്കിൽ യു ഹാവ് ഡൺ റോങ്, അത് മിസ്റ്റേക്ക് ഇതാണ്, തിരുത്തിക്കോന്ന് പറഞ്ഞ് അപ്പം തന്നെ തിരിച്ചു വിടുകയാണ് ഫയലുകൾ. അവിടെ ഈ പ്രക്രിയ കറക്റ്റ്. ഇന്ത്യൻ മിഷണറി ഇതുപോലെ ഉപയോഗിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് വേറെ ഇല്ല. ഏത് IAS കാരനെ എവിടെ വെച്ച് എങ്ങനെ നടത്തണം, അതേ ഒരു IAS കാരനായിട്ട് പറയില്ലല്ലോ. ഇപ്പം ആഭ്യന്തര സെക്രട്ടറി വേണം, അല്ലെങ്കിൽ വിദേശകാര്യ സെക്രട്ടറി വേണം നമുക്ക്. അദ്ദേഹത്തിന് അതേ ഒരാളുടെ പേരായിട്ട് പറയില്ല, ആരെങ്കിലും കൊണ്ടുവന്നാലും പറയില്ല. ഐ വാണ്ട് എ പാനൽ എന്നാണ് പറയുന്നത്. ഏത് കാര്യത്തിനും അദ്ദേഹം പാനലാണ് വേണ്ടത്. ഒരു 4-5 പേരുടെ പേര് കൊണ്ടുപോകാം, ഞാൻ ഒരാളുടെ പേരും കൊണ്ട് എന്തിനാണ് വരുന്നതെന്ന് ചോദിക്കുന്നത്. 5 പേരുടെ പേര് കൊണ്ടുവന്നാൽ അതിൽ നോക്കും അദ്ദേഹം. ഇതിനകത്ത് അയാളുടെ ബയോഡാറ്റയൊക്കെ എടുക്കാൻ പറയും. അത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഓഫീസിൽ ആളുണ്ട്, PMO ഓഫീസിൽ ആളുണ്ട്, അവർ ബയോഡാറ്റ എടുത്തുകൊണ്ടെന്ന് എല്ലാം വെച്ചു കൊടുക്കും. മിസ്റ്റർ X ഇങ്ങനെയാണ്, മിസ്റ്റർ Y ഇങ്ങനെയാണ്, മിസ്റ്റർ Z ഇങ്ങനെയാണ്. ഓക്കെ, ഇത് നോക്കുമ്പോൾ ഇയാളാണല്ലോ ബെറ്റർ, അയാളെ പിടിച്ച് ആഭ്യന്തര സെക്രട്ടറി ആക്കും, അല്ലെങ്കിൽ വിദേശകാര്യ സെക്രട്ടറി ആക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. പിന്നെ അവരോടൊപ്പം പ്രവർത്തിക്കും, അതാണ് വേറൊരു പ്രത്യേകത. ഈ മറ്റു പലർക്കും അങ്ങനെ ഒരു പരിപാടിയില്ല, ഒപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ്. നമ്മുടെ വാർ നടന്ന സന്ദർഭങ്ങളിൽ മുഴുവൻ നമ്മുടെ 3 സൈനിക മേധാവികളും അല്ലെങ്കിൽ ഇതിൻ്റെ 3 ചേർന്നുള്ള മേധാവിയും ഒക്കെ തലപോഞ്ഞ് ആലോചിക്കുമ്പോൾ അവിടെയും നരേന്ദ്രമോദിയുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ കൂടെ ഇരിപ്പുണ്ട്. അജിത് ഡോവലും ഉണ്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുണ്ട്, പ്രതിരോധ മന്ത്രിയുണ്ട്, രാജ്നാഥ് സിംഗും ഉണ്ട്. ഉറങ്ങുന്നില്ല. ഇവിടുന്നൊരു പറ്റ മിസൈലുകൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രഹ്മോസ് വിട്ടിട്ടുണ്ടെങ്കിൽ, ഈ ബ്രഹ്മോസ് അവിടെ പതിച്ച് അത് എന്തൊക്കെ സംഗതികൾ അവിടെ ഉണ്ടായി എന്ന് അറിഞ്ഞിട്ട് ശേഷം അദ്ദേഹം കിടക്കാൻ പോകുള്ളൂ. അതിൻ്റെ റിസൾട്ട് കിട്ടണം. ഇനി അവിടുന്ന് ഒരു 100 ഡ്രോൺ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഡ്രോൺ എല്ലാം നമ്മൾ തകർത്തോ, അത് എവിടെയെങ്കിലും വീണോ, ആരുടെയെങ്കിലും തലയിൽ വീണോ, അല്ലെങ്കിൽ നമ്മുടെ സൈനിക കേന്ദ്രത്തിൽ വീണിട്ടുണ്ടോ, അതിന് ബദൽ എന്ത് ചെയ്യണം എന്നുള്ളത് സംവിധാനം അവിടെ പറഞ്ഞിട്ടേ അദ്ദേഹം ഉറങ്ങാൻ പോകുള്ളൂ. ഇതൊരു പ്രധാനമന്ത്രിക്ക് ആവശ്യമുണ്ടോ? പ്രധാനമന്ത്രി ചെയ്യാറുണ്ടോ? ഇന്ന് വരെ ആരെങ്കിലും പ്രധാനമന്ത്രി ചെയ്തിട്ടുണ്ടോ? അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യൻ മിഷണറിയെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ അറിയാം. ആ മിഷണറിക്ക് ഒപ്പം നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. അല്ലാതെ എനിക്കൊരു ആവശ്യമുണ്ട്, താൻ ചെയ്തു എന്ന് പല രാഷ്ട്രീയക്കാരും അങ്ങനെയാണ്. ഇതാണ് എൻ്റെ ആവശ്യം, ഇത് നിങ്ങൾ ചെയ്തു തരണം എന്നാണ് പറയുന്നത്. ഇതങ്ങനെയല്ല. അവർ പറയുന്ന ബുദ്ധിമുട്ടുകളെ കറക്റ്റ് ചെയ്താൽ, ശരി ഇന്ന ബുദ്ധിമുട്ടുണ്ട് അല്ലേ, ഓക്കെ, അതിന് ബദൽ ഇന്നത് ചെയ്തു, ഇന്ന നിയമം ഇല്ലല്ലേ, ശരി ആ നിയമം ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ഇന്ത്യൻ മിഷണറിയെ ഇങ്ങനെ ചലിപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ 4ാം ലോക ശക്തിയൊക്കെ ആവാൻ നമുക്ക് സാധിച്ചത്, സാമ്പത്തികത്തിലൊക്കെ. ഇനി ആയുധത്തിൽ ചൈന ഇവിടെ വന്ന് ചൈന നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി. ഡോക്ലാമിലൊക്കെ വന്ന് കളി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് വലിയ പ്രശ്നമാണ്. ഇന്ത്യയുടെ ഈ 2ാം കട രീതി നിൽക്കുന്ന ആർമിയും പരിപാടിയും കൊണ്ട് പറ്റില്ല. അത്യന്താധുനിക സാധനങ്ങൾ വേണം. അതിന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, കാശ്മീരിൽ ചെന്ന് പട്ടാളക്കാരോട് നമ്മളെല്ലാവരും പിന്നെ ഹോളി ആഘോഷിക്കുമ്പോൾ അദ്ദേഹം ഹോളിക്ക് അവിടെ പോയിരിക്കുക. അവിടെ ചെന്നിട്ട് പട്ടാളക്കാരോട് പ്രസംഗിക്കുകയാണ്, നമുക്ക് നമ്മുടെ ശത്രുവിനെ കീഴടക്കുന്നതിന്
നമ്മുടെ മനഃശക്തിയും ഒപ്പം നമ്മുടെ ആയുധശക്തിയും വേണം. ഈ ശക്തി ഉണ്ടെങ്കിലേ എതിരാളി പറഞ്ഞേക്കും. അല്ലാതെ നമ്മൾ പഞ്ചതന്ത്രവും അല്ലെങ്കിൽ നയതന്ത്രവും അല്ലെങ്കിൽ പഞ്ചശീല തത്വവും ഒന്ന് എഴുതി വെച്ച് ഒപ്പിടിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് മോദി പറയുകയാണ് ചെയ്തത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ വർക്ക്. അപ്പം മനസ്സ്, ശരീരം, അതുപോലെ തന്നെ ആത്മാവ്, ഇത് മൂന്നും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു യോഗിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഒരു ഭരണകർത്താവായി പ്രവർത്തിക്കും. യോഗിയാകുമ്പോൾ പലപ്പോഴും ഒരു കുഴപ്പമുണ്ട്. യോഗിക്ക് ഈ പലതിൽ നിന്നും പുറകോട്ട് മാറാനുള്ള ഒരു ഇത് അദ്ദേഹം ലൗകികമായ കാര്യങ്ങളിൽ ഇടപെടാതെ ലൗകികമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു മനുഷ്യൻ. ലൗകികമായ ഒരു ചിന്തയില്ല. സുഖിക്കണം, സന്തോഷിക്കണം, ആസ്വദിക്കണം, അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷേ അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലൗകികമായ സൗകര്യങ്ങൾ, സുഖങ്ങൾ അനുഭവിക്കാനുള്ള ഒരു മോഡേൺ ഫെസിലിറ്റി ഉണ്ടാക്കുന്നതിനും കൂടെ അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരാളെ 75-ാമത്തെ വയസ്സിൽ വെക്കണം എന്ന് ആരെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് അത് വാർത്തയാകുന്നത്. അതുകൊണ്ടാണ് മറ്റാരും പറയുമ്പം വാർത്തയല്ല, നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുമ്പോൾ വാർത്തയാകുന്നത്. സോണിയാഗാന്ധി നാളെ പ്രായാധിക്യം കൊണ്ട് രാജിവെക്കണം എന്ന് പറഞ്ഞാൽ ആരും അത് മൈൻഡ് ചെയ്യില്ല. അത് ഒരു വാർത്ത ഇങ്ങനെ വന്നിട്ടങ്ങ് പോകും അല്ലേ? അത് ഇനി 80 കഴിഞ്ഞതോ അല്ലെങ്കിൽ അതുപോലെ അതിനപ്പുറമായതോ ആര് രാജിവെക്കണം എന്ന് പറഞ്ഞാലും അതൊന്നും ഒരു വാർത്തയായിട്ട് വരില്ല. നരേന്ദ്രമോദി പറഞ്ഞാൽ വാർത്തയാകുന്നതിൻ്റെ ഒറ്റ കാരണം അത് കായ്ക്കുന്ന മരമാണ്. ആ കായ്ക്കുന്ന മരത്തിന് കല്ലെറിയുമ്പോൾ ശ്രദ്ധിക്കും. എപ്പോഴും കായ്ച്ച് പൂത്ത് നിൽക്കുന്ന അതിന് എന്തിനാണ് കല്ലെറിയുന്നത്? മാനുഷാദ നരേന്ദ്ര പറയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.